ഓക്കേ. والله هذا حموضة كثير حامض. പുളിയാണ്. പുളിക്ക് എന്താ അറബി പറയാം? ടേസ്റ്റുകളെ നോക്കിയേക്കാം. ഇപ്പം ഞാൻ പറഞ്ഞെന്താണ്, അത് ഹമൂദ, അതായത് പുളിക്കുന്നുണ്ട്. ഹാമിദ് എന്ന് പറയാം. ഹമൂദ എന്ന പുളിപ്പ് എന്നാണ്. ഓക്കെ, ഹമൂദ എന്ന് പറഞ്ഞാൽ പുളിപ്പ് എന്നാണ്. അപ്പോൾ ഹാമിദ് എന്ന് പറഞ്ഞാലും അത് ഹാമിദ് മാഫി മുഷ്കില. ഹമൂദ ലിൽ ബുർത്തുക്കാൽ, ഒരു പുളിയുള്ള നാരങ്ങൻ്റെ ഒരു ഓറഞ്ചിൻ്റെ ടേസ്റ്റ്, അത്രയേ ഉള്ളൂ. ഏതാണ് ഹമൂദ? അപ്പോൾ ഇത് 4 ടേസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തത് ഹാമിദ്. ഒരു സാധനം കുടിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങളൊരു ഹോട്ടലിൽ നിന്ന് സാധനം വാങ്ങിയത് പുളിക്കുന്നുണ്ട്, കേടുവന്ന് പുളിക്കുന്നതും പുളി എന്ന് അറിയാമല്ലോ, അത് ഹാമിദ്. നമുക്ക് ഫാസിദ്, ഫാസിദ് എന്ന് കേട് വന്നിട്ടുണ്ടാവാൻ മതി, അല്ലെ ഹർബാൻ എന്നൊക്കെ പറയും ഇവർ, കേടുവന്നു. എന്തായിരുന്നാലും ഹാമിദ്. ഹമൂദ, നമ്മൾ ഈ ലബനൊക്കെ കുടിക്കുമല്ലോ, മോര് തൈര്, അവ എന്തായിരുന്നാലും എന്തുണ്ടാവും, അതിനൊരു ഹമൂദ ഉണ്ടാവും, പുളിപ്പുണ്ടാവും. അപ്പം ഹാമിദ് അല്ലെ ഹമൂദ എന്ന പുളിപ്പാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഹമൂദ എന്ന് തന്നെയാണ് ഗ്യാസിനും പറയാറുണ്ട്. ഗ്യാസിൻ്റെ നമ്മൾ ഗ്യാസ് ട്രബിൾ, അതിന് റാസിയ എന്നൊക്കെ പറയുമെങ്കിലും ഹമൂദ എന്നാണ് അതിൻ്റെ കറക്റ്റ് പേര്. നമ്പർ 1. നമ്പർ 2, ചായ. ഉദാഹരണം, ഇത് ചായ എന്ന് കൂട്ടിക്കോളി, ഞാൻ എല്ലാം ആവപ്പെടുത്തും കേട്ടോ. ഇത് ചായയാണ്. ഓ, നല്ല മധുരമാണല്ലോ. ചിലപ്പോൾ പറയേണ്ടി വരില്ല, നല്ല മധുരമാണ്. ഹാദ ഹുലു മറ, ഹാദ സുക്കർ മറ എന്നൊക്കെ പറയും. സുക്കർ പഞ്ചസാരാണ്. ഈ ഹുലു എന്ന് പറഞ്ഞാൽ അതെന്താണ്, നല്ല പഞ്ചസാരയുള്ള സാധനത്തിനാണ് പൊതുവെ എന്താ ഹുലു എന്ന് പറയാം. എന്നാൽ മധുരമുള്ളതാണ് അങ്ങനെയല്ല പറയേണ്ടത്. ഈ ചായ ഹാദ ഹുലു അവി. ഈ ഈജിപ്ഷ്യൻസ് ഒക്കെ പറയും ഹുലു അവി 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 മറാറ്. അവി എന്ന് പറഞ്ഞാൽ പവർ എന്നാണ്, ഭയങ്കര എന്നർത്ഥം, ശക്തമായത്. ഹുലുവായിദ് എന്നാണ് നമ്മുടെ ഇമറാത്തികൾ ഹുലുവായിദ്, അല്ലെങ്കിൽ ഹുലുക്തീർ. ആദ ഹുലുക്തീർ എന്നും സൗദികളൊക്കെ പറയും. എന്നാൽ ഭയങ്കര മധുരമാണ്. ഓക്കെ, അത് അഹ്ല എന്നും പറയും. അപ്പോൾ നമ്മുടെ ഹമൂദയും പഠിച്ചു, അഹ്ല പഠിച്ചു. ഓക്കെ, ഇനി ഈ സാധനം കുടിച്ചപ്പോഴാണ് ഭയങ്കര ഉപ്പുണ്ട്, നല്ല ഉപ്പുണ്ട്. ഒരു കഞ്ഞി കുടിക്കാൻ, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ, അല്ലെങ്കിൽ കറിയിൽ ഉപ്പ് കൂടുതലുണ്ട്. അവിടെ ഹാദ മിൽഹ് കസീർ എന്ന് പറയാം. മുമല്ലഹ് എന്നാണ് പറയാം. എന്താണ് മുമല്ലഹ് എന്ന് പറഞ്ഞാൽ ഉപ്പുള്ളത്. ഹാദ മുമല്ലഹ് എന്നാണ് പറഞ്ഞ്, ഹാദ മുമല്ലഹ്, ഇത് ഉപ്പ് കൂടുതലുള്ള വസ്തുവിനാണ് മുമല്ലഹ്. ഇപ്പം നിങ്ങൾ ചില സാധനങ്ങളൊക്കെ അറബികളുടെ കടയിൽ നിന്ന് വാങ്ങുമ്പം, ഇപ്പോൾ ഫുസ്തുക്ക് മുമല്ലഹ്, അതിൻ്റെ നട്സുകളൊക്കെ ഉണ്ടാകും. മുമല്ലഹ് എന്ന് പറഞ്ഞത് വറുത്തതാണ്, ഉപ്പ് കൂട്ടി വറുത്തതാണ്. ഇപ്പം ഈ പ്രഷർ പ്രോബ്ലം ഉള്ള ആളുകൾക്ക് അത് വാങ്ങണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, മുമല്ലഹ് ഗൈർ മുമല്ലഹ്, ഉപ്പുള്ളത്, നല്ല ഉപ്പ് രസമുള്ളത്. അപ്പോൾ നമ്മളെന്തൊക്കെ പഠിച്ചൂടെ, ഉപ്പ് രസമുള്ളത് അതിന് മുമല്ലഹ് എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, പഞ്ചസാര കൂടുതലുള്ളതിന് ഹുലു അല്ലെങ്കിൽ അഹ്ല, ഹുലു ഖീർ എന്നൊക്കെ പറയും. സുക്കർ സിയാദ എന്ന് പറയുമെങ്കിൽ ഇതാണ് ഭംഗിയുള്ള വാക്ക്. വേറൊന്ന് ഹാമിദ്, ഹമൂദ എന്നാണ്. 4ാമത്തെ ഒരു രസമുണ്ട്, അത് ഏതാണെന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. എന്തായിരുന്നാലും ആവശ്യമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അറബിക് യൂനി അറബികളെ പോലെ പഠിപ്പിക്കുന്നതിന് ഒരു കോഴ്സ് തന്നെ നടത്തുന്നുണ്ട്. നിങ്ങൾക്കതിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. മറക്കാതെ പങ്കുചേരുക. അസ്സലാമു